ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിലൂടെയാണ് റീസെൻ്റ്ലിയുള്ള മന്തുകൾ കടന്നുപോയിട്ടുള്ളത്. പല കോവിഡ് കഴിഞ്ഞ് പുതിയതായിട്ട് വന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു 2-3 മാസങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. ഒത്തിരി പേര് ഈ കോവിഡ് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരികയും അവരെ സംബന്ധിച്ചൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇടയ്ക്കുള്ള ചെറിയ ഇടിവുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞൊരു കണ്ടിന്യൂസ് ഇത്രയും നാളൊരു ബിയറിഷായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, സത്യത്തിൽ ഇതൊരു കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തവരെ സംബന്ധിച്ച് മാർക്കറ്റിൽ നിന്ന് ഉപേക്ഷിച്ച് പോകാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കണക്കുകളും അത് തന്നെയാണ് കാണിക്കുന്നത്. പലരും SIP ഒക്കെ നിർത്തി സ്റ്റോക്ക് മാർക്കറ്റിനെ ലീവ് ചെയ്തും പോകുന്നൊരു ടൈമും കൂടിയാണത്. കാരണം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മാർക്കറ്റ് സൈക്കിളിൽ. ഇതുപോലെ ഒരു ബിയറിഷ് ട്രെൻഡ് വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പല ആളുകളും മുന്നോട്ടുള്ള ജേണിയിൽ കാണാറില്ല. അപ്പോൾ എപ്പോഴും ഇതിൽ കൺസിസ്റ്റൻ്റായിട്ട് ഇതിനെ മനസ്സിലാക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് എപ്പോഴും ലോങ് ടൈമിൽ ഗെയിൻ മാർക്കറ്റിൽ നിന്ന് നേടുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് സത്യം. നേരത്തെയും നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സഡൻലി ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി റിച്ച് ആവാൻ പറ്റുന്നൊരു സ്ഥലമല്ല. ആക്ച്വലി മാർക്കറ്റിൻ്റേതായ സൈക്കിളുണ്ട്. അത് പ്രോഫിറ്റ് നൽകുന്നൊരു കാലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രോഫിറ്റ് ഇല്ലാത്തൊരു ബിയറിഷ് ആ പീരീഡ് കൂടി നമുക്ക് കാണാൻ ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഉപേക്ഷിച്ച് പോകുന്നവരോട് പറയാനുള്ളത്, ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് നടത്തിയിട്ട് വേണം നിങ്ങൾ പോകാൻ എന്നുള്ളതാണ്. പലരും നിരാശയ്ക്ക് കാരണമെന്ന് പറയുന്നത് അവരുടെ പോർട്ട്ഫോളിയോ അവർ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് താഴ്ന്നു പോയി എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ സത്യത്തിൽ മാർക്കറ്റ് അനിവാര്യമായ രീതിയിലുള്ളൊരു കറക്ഷൻ പീരീഡിൽ തന്നെയായിരുന്നു അത് കറക്റ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നോക്കാം, ഇന്ത്യയിൽ എന്ന് മാത്രമല്ല മൊത്തത്തിലുള്ള ഗ്ലോബൽ മാർക്കറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വിപണി തന്നെയാണ് ഇന്ത്യൻ വിപണി. പ്രത്യേകിച്ച് US വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യൻ വിപണിയെയും സ്വാധീനിക്കാറുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിസിഷൻസും ഇന്ത്യൻ വിപണിയെ ബാധിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെയും ഫാക്ടേഴ്സ് ഒത്തുവന്നൊരു 2-3 മാസക്കാലമാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ മാർക്കറ്റ് ഉപേക്ഷിക്കുകയാണോ അതോ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്ന് പലരും ആലോചിച്ചിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ട് മാർക്കറ്റിലോട്ട് കടന്നു വരാനുള്ള ആളുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പല സ്റ്റോക്കുകളും ഏകദേശം 50% കറക്ഷൻ നേരിട്ടിട്ടുണ്ട്. അതിൽ പല കമ്പനികളും വളരെ ഒരു മാർക്കറ്റ് ലീഡർഷിപ്പ് ആ ഒരു സ്പേസിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള കമ്പനികളാണ്. അപ്പോൾ അവർ നല്ല ലാർജ് ക്യാപ് കമ്പനികളും മിഡ് ക്യാപ് സെഗ്മെൻറ്റിലെ കമ്പനികളും നല്ലപോലെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ജേണിയിൽ ഇതിലെ പല സ്റ്റോക്കുകളും നല്ലപോലെ മുന്നേറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം എനിക്ക് തോന്നുന്നത് പുതിയതായിട്ട് മാർക്കറ്റിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിയായൊരു സമയവും, അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് അവരുടെ കയ്യിൽ ഒരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ എന്തുകൊണ്ട് മാർക്കറ്റ് വീണു എന്നുള്ളത് ഈ റീസെൻറ്റ് ക്വാർട്ടറുടെ റിസൾട്ടുകൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. അതായത് പല കമ്പനികളുടെയും വാല്യുവേഷന് അനുസരിച്ചിട്ടുള്ള റിസൾട്ടുകളല്ല റീസെൻ്റ്ലി വന്നിട്ടുള്ള ക്വാർട്ടറുകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് തന്നെ ഒരു ഓവർ വാല്യുവേഷൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ നല്ലപോലെ കറക്ഷൻ വന്നതിൻ്റെ ബേസിക് കാരണവും അത് തന്നെയാണ്. ഇത് നമ്മൾ കുറച്ച് നാളുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെയധികം മുന്നേറ്റം ഓൾറെഡി ഈ സ്റ്റോക്കുകളിലെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിലെല്ലാം കറക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ വിപണിയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മൊത്തത്തിലുള്ള ഗ്ലോബൽ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഡോളറിൻ്റെ മൂല്യം കൂടുന്നത് ഇന്ത്യൻ രൂപയായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ റീസെൻ്റ്ലി ട്രംപ് ഭരണകൂടം വന്നതിന് ശേഷം മൊത്തത്തിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയത്, താരിഫ് കൂട്ടിയതൊക്കെ ഈ മൊത്തത്തിലുള്ള ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കുന്നതിന് കാരണമായിട്ട് മാറി. അതുപോലെ തന്നെ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങളും അതുപോലെ US ബോണ്ടിൻ്റെ വരുമാനം കൂടുന്നതും എല്ലാം തന്നെ ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് ഇന്ത്യൻ വിപണിയെ ബാധിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. പക്ഷേ ഇതിനെല്ലാം മെയിനായിട്ട് എടുത്തു കാണിക്കാവുന്നൊരു കാര്യം മൊത്തത്തിലുള്ള കമ്പനികളുടെ റിസൾട്ട് അത്രയും നല്ലതായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മുന്നോട്ട്
ഇനി വിപണി കരകയറുമോ എന്നുള്ളൊരു സംശയം ഉണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ഒരു ജേണിയിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കരകയറും. ഇതിൻ്റെ ഒരു ട്രെൻഡും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കൂടി തിരികെ എത്തുന്ന ഒരു സമയം വന്നാൽ തീർച്ചയായിട്ടും വീണ്ടും പഴയ പോലെ തന്നെ ഒരു ബുള്ളിഷ് പീരീഡിലോട്ട് മാർക്കറ്റ് തിരിച്ചെത്തും. അപ്പം അതിനുള്ള ഒരു ഫേവറിങ് ഫാക്ടേഴ്സ് വരണം എന്നുള്ളൊരു കാര്യം മാത്രമാണുള്ളത്. നമുക്ക് ഈ റീസെൻ്റ്ലി ഉള്ള ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥയും ജേണിയും വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്തൊരു കുറച്ച് വർഷങ്ങളിൽ നല്ല റിസൾട്ടുകൾ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ അടുത്തുണ്ടായ 2 തീരുമാനങ്ങൾ, ഒന്ന് നമുക്കറിയാം ഇൻകം ടാക്സിൻ്റെ പരിധി കൂടുതൽ മിഡിൽ ക്ലാസ് ആളുകൾക്ക് അവരുടെ വരുമാനം സ്പെൻഡ് ചെയ്യാനുള്ളൊരു അവസരമാണ് കിട്ടുന്നത്. അത് ഈ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ മൊത്തത്തിലുള്ള കമ്പനികളുടെ കൺസപ്ഷൻ പാറ്റേൺ കൂടുകയും കമ്പനികളുടെ റിസൾട്ടിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് വിപണിയിൽ നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ബാങ്ക് റേറ്റ്സ് കുറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. തൊട്ട് മുമ്പത്തെ RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ ഓൾറെഡി റേറ്റ് കുറച്ചു. മുന്നോട്ടുള്ള മീറ്റിങ്ങുകളിലും ആ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ കൂടുതൽ കമ്പനികൾക്ക് കുറഞ്ഞ കാശിന് ലോൺ അവൈലബിൾ ആവുകയും മൊത്തത്തിലുള്ള എക്കണോമിക്കൽ ആക്ടിവിറ്റി കൂടുകയും ഒരു മാക്രോ എക്കണോമിക് കണ്ടീഷൻ വളരെ പോസിറ്റീവായിട്ട് വരാണെങ്കിൽ മുന്നോട്ടുള്ള ജേണിയിൽ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റ് അതിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുന്നത്, എമർജ് ചെയ്ത് വരുന്ന മാർക്കറ്റുകളിൽ ഏറ്റവും നല്ലൊരു മാർക്കറ്റ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിൻ്റെ ജേണിയുടെ ഭാഗമാവുന്നവർ, പ്രത്യേകിച്ച് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്, നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. നിങ്ങളുടെ ക്യാപിറ്റൽ അത് കുറച്ചായിട്ട് ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുത്ത് മൊത്തം ക്യാപിറ്റലിനെ നമ്മൾ നിക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. കുറച്ചായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസരം യൂസ് ചെയ്തിട്ട് നല്ല കമ്പനികൾ കണ്ടെത്താനായിട്ട് ഈ ഒരു സമയം ഉപയോഗിക്കുക. മാർക്കറ്റ് നമ്മളെ പഠിപ്പിച്ച വലിയൊരു പാഠം ഉൾക്കൊള്ളുക. കാരണം ചെറിയൊരു പെട്ടെന്ന് തന്നെ കുറച്ച് കാശെടുത്ത് ഇട്ട് വിപണിയിൽ നിന്ന് നേട്ടമുണ്ടാക്കാം എന്നുള്ളൊരു ധാരണ ഒരുപാട് പേരിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ധാരണയ്ക്ക് ഒരു മാർക്കറ്റ് കറക്റ്റായിട്ടുള്ളൊരു പാഠമാണ് പറഞ്ഞു തന്നത്. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ആണെങ്കിലും അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും വളരെയധികം റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യണമെന്നും ഒരു അസറ്റിൽ തന്നെ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് ഈ കുറച്ച് നാളുകളാണ്. സൂക്ഷിച്ച് മനസ്സിലാക്കി മാർക്കറ്റിൽ മുന്നേറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൊത്തത്തിലുള്ള ഒരു നമ്മൾ പറയുന്ന സപ്പോർട്ടിങ് സോണുകളിൽ നിന്ന് ഇൻഡെക്സുകളെല്ലാം തന്നെ നമ്മൾ ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും ലോങ് ടൈം ട്രെൻഡ് കാണിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു സൂചിയാണ് 200 DMA എന്ന് പറയുന്നത്. അതിന് താഴെയാണ് ഇപ്പോഴും സ്റ്റിൽ മാർക്കറ്റിലെ മേജറായിട്ടുള്ള ഇൻഡിസസൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലോട്ട് 200 DMAക്ക് മുകളിലേക്ക് നമ്മുടെ ഈ സൂചികളിലെല്ലാം മുകളിലോട്ട് വരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബുൾ ട്രെൻഡിനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് എ ക്ലിയർ മാർക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെയധികം വോളറ്റൈലായിട്ടുള്ളൊരു മാർക്കറ്റ് തന്നെയാണ് നമ്മളിപ്പോഴും ഉള്ളത്. പക്ഷേ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ കെയർഫുള്ളായിട്ട് സെലക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുന്നോട്ടുള്ള മാർക്കറ്റിൻ്റെ കുതിപ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഉപേക്ഷിച്ച് പോവുകയോ ഭയപ്പെട്ടിരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഇനിയുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതിനെ ശ്രദ്ധിക്കുക. ക്വാളിറ്റിയുള്ള കമ്പനികളിൽ വളരെ സെലക്റ്റീവായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇനിയുള്ള സമയം ഉപയോഗിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് നമുക്ക് നല്ലൊരു മാർക്കറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.